2020 ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ട് ഭാരതം. ന്യൂസിലൻഡാണ് ഭാരതത്തിന്റെ എതിരാളി. അവസാന 2 മത്സരങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസൺ ഇന്നും ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. രാത്രി 7 മുതൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിന്റെ നിമിഷമാണ് ഇന്ന്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? രാഗി, ഭാരതത്തിലെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് 2020 ലോകകപ്പ് നമ്മൾ നിലനിർത്തും എന്ന 100% വിശ്വാസത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ ICC ചാമ്പ്യൻഷിപ്പുകളുടെ മത്സരങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 2023 മുതൽ ഇങ്ങോട്ട് 2023 ലോകകപ്പിൻ്റെ ഫൈനലിൽ നമ്മൾ പരാജയപ്പെട്ടുവെങ്കിൽ പോലും അതുവരെയുള്ള മത്സരങ്ങൾ, പിന്നീട് 2024 US വെച്ച് നടന്ന 2020 ലോകകപ്പ്, 2025 ICC ചാമ്പ്യൻസ് ട്രോഫി. അപ്പോൾ ഈ മത്സരങ്ങളിലെല്ലാം ആധികാരികമായ വിജയം നേടിക്കൊണ്ട് 2026 എത്തുമ്പോൾ ഭാരതം ആതിഥേയത്വം വഹിക്കുന്ന ഒരു ലോകകപ്പ് പോരാട്ടമാണ് കഴിഞ്ഞ ഫെബ്രുവരി 7 മുതൽ നടന്നു വരുന്നത്. മാത്രമല്ല, സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം മികച്ച ഫോമിലാണ്. അത് ബാറ്റിംഗ്, ബോളിംഗ് നിരയാണെങ്കിലും ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും ഭാരതത്തെ സംബന്ധിച്ച് ഒരു വലിയ ആധിപത്യം ഈ ലോകകപ്പിൽ നമുക്കുടനീളം കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 8 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഗ്രൂപ്പ് മത്സരങ്ങളിൽ ആദ്യത്തെ 4-ൽ, പിന്നീട് സൂപ്പർ 8ലേക്ക് വരികയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയോടുള്ള പരാജയം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 7 മത്സരങ്ങളിൽ സെമിയിൽ ഇംഗ്ലണ്ടിനോടുള്ള വിജയം ഉൾപ്പെടെ 7 ആധികാരികമായ വിജയങ്ങളുടെ ഒരു വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഭാരതം ന്യൂസിലൻഡിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ന്യൂസിലൻഡിനെ സംബന്ധിച്ചും മികച്ച ഫോമിൽ തന്നെയുള്ളൊരു ടീമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ലോകകപ്പിൽ അവർ 2 പരാജയങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് തിളക്കമാർന്ന വിജയം നേടിക്കൊണ്ടാണ് ഫൈനലിലേക്ക് ന്യൂസിലൻഡും എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും 2 മികച്ച ടീമുകൾ തമ്മിലുള്ളൊരു വലിയ പോരാട്ടം ഈ ലോകകപ്പ് ഫൈനലുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ആവേശത്തിൽ ഒട്ടും കുറവില്ലാത്തൊരു ഫൈനൽ തന്നെയാകും ഇന്നിപ്പോൾ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വൈകിട്ട് 7 മണിക്കാണ് ഈ ലോകകപ്പിന്റെ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. 2023 ഇതേ സ്റ്റേഡിയത്തിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഏതാണ്ട് 1,32,000 പേർക്ക് ഒരേ സമയം ഇരുന്ന് കളി കാണാൻ കഴിയുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 2023 ലോകകപ്പ് ഫൈനൽ വന്നതാണ്. അത് ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലായിരുന്നു. അന്ന് ഓസ്ട്രേലിയയോടുള്ള പരാജയത്തിൻ്റെ ശക്തമായൊരു മറുപടി ഇന്നിപ്പോൾ 2026 എത്തുമ്പോൾ വീണ്ടും അതേ സ്റ്റേഡിയത്തിൽ വെച്ച് മറ്റൊരു ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് ഭാരതം എത്തുന്നു. അപ്പോൾ 2023 ഉണ്ടായ ആ ഒരു ദുഃഖം ഇന്ന് മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ളൊരു തീപാർന്ന പോരാട്ടത്തിലൂടെ ലോകകപ്പ് ഭാരതം നിലനിർത്തും എന്ന ആത്മവിശ്വാസത്തിലാണ് ഭാരതത്തിലെമ്പാടുമുള്ള കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികൾ. ഗൗതം, അതോടൊപ്പം തന്നെ ഈ ലോകകപ്പ് ഭാരതം നേടുമ്പോഴെല്ലാം തന്നെ ഒരു മലയാളി ടച്ച് ഉണ്ടായിരുന്നു. ഇത്തവണ അത് പ്രതീക്ഷിക്കാമല്ലോ? രാഖി, 1983 മുതൽ ഭാരതം ലോകകപ്പിൽ മുത്തമിടുന്ന സമയങ്ങളിലെല്ലാം മലയാളികളുടെ സാന്നിധ്യം ആ ടീമുകളിൽ ഉണ്ടായിരുന്നു എന്നത് രാഖി പറഞ്ഞത് തീർച്ചയായിട്ടും അത് ശരിയാണ്. 1983 കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ടീം വിജയിക്കുന്ന ഘട്ടത്തിൽ സുനിൽ വത്സനെ പോലുള്ള ആളുകൾ ആ ടീമിൽ, അന്ന് അദ്ദേഹം കളിച്ചില്ലെങ്കിൽ പോലും അന്നത്തെ ലോകകപ്പ് ടീമിൽ, കപിൽ ദേവ് നയിക്കുന്ന ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. 83 നമുക്കറിയാം ഏകദിന ലോകകപ്പിൻ്റെ 3ാമത്തെ എഡീഷനായിരുന്നു അത്. അന്ന് വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ചരിത്ര വിജയം നേടിയത്. അതിനുശേഷം പിന്നീട് 2003 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഫൈനലിൽ ഭാരതം എത്തിയെങ്കിലും അത് വിജയിച്ചിരുന്നില്ല. പിന്നീട് 2017 നമ്മൾ 2ാമത് ലോകകപ്പിൽ വിജയിക്കുന്നത്. അത് 2020 ലോകകപ്പിൻ്റെ ആദ്യത്തെ എഡീഷനായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ച് അന്ന് മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ നമ്മൾ കപ്പ് ഉയർത്തുമ്പോൾ ശ്രീശാന്തിൻ്റെ കയ്യിലൂടെ നേടിയ ആ ഒരു തിളക്കമാർന്ന ക്യാച്ചിലൂടെ, പ്രത്യേകിച്ച് ബദ്ധവൈരികളായി നാം കാണുന്ന പാകിസ്ഥാനെതിരെ ആധികാരികമായ വിജയം നേടിക്കൊണ്ടാണ് അന്ന് 2007 2020 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ആദ്യത്തെ എഡീഷൻ അതിൽ തന്നെ നമ്മൾ വിജയിച്ചുകൊണ്ട് കപ്പ് ഉയർത്തുന്നത്. അതിനുശേഷം പിന്നീട് 2011 മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് ഏകദിന ലോകകപ്പ് ഉയർത്തുമ്പോൾ, പ്രത്യേകിച്ച് സച്ചിൻ ടെണ്ടുൽക്കറുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് അദ്ദേഹം ഉൾപ്പെടെയുള്ള കളിക്കാരുടെ നേതൃത്വത്തിൽ, ധോണിയുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ 2011 ശ്രീലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോകകപ്പ് ഉയർത്തുമ്പോഴും ശ്രീശാന്ത് എന്ന മലയാളികളുടെ അഭിമാനം അദ്ദേഹം അന്നത്തെ ടീമിലും ഉണ്ടായിരുന്നു. പിന്നീട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം 2024 അതായത് ഈ ലോകകപ്പിന് തൊട്ട് മുൻപുള്ള 2020 ലോകകപ്പ് അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ഘട്ടത്തിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കപ്പ് ഉയർത്തുന്ന ഘട്ടത്തിലും സഞ്ജു സാംസൺ അന്നത്തെ ടീമിലുണ്ടായിരുന്നു. ആ ഫൈനൽ മത്സരത്തിലോ
അല്ലെങ്കിൽ ആ എഡിഷനിലും അദ്ദേഹം കളിച്ചിരുന്നില്ലെങ്കിൽ പോലും സഞ്ജു സാംസന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാഖി ചൂണ്ടിക്കാണിച്ചതുപോലെ 1983 മുതൽ ഇങ്ങോട്ട് നമ്മൾ ഏകദിന ലോകകപ്പ് 2 തവണ നേടുന്ന ഘട്ടത്തിലും T20 ലോകകപ്പ് 2 തവണ നേടുന്ന ഘട്ടത്തിലും മലയാളികളുടെ സാന്നിധ്യം ആ ടീമിൽ ഉണ്ടായിരുന്നു എന്നത് എടുത്തു കാണേണ്ടതാണ്. അതിനാൽ തന്നെ സഞ്ജു ഇന്ന് മികച്ച രീതിയിൽ കളിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സെമി ഫൈനലിലും അതിന് മുൻപുള്ള മത്സരങ്ങളിലുമൊക്കെ സഞ്ജുവിന്റെ പ്രകടനം ഭാരതത്തിന്റെ വിജയത്തിന് കാരണമായി എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഗൗതം, അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങളെല്ലാം തന്നെ മികച്ച ഫോമിലാണ്. ഈ ഒരു മികച്ച ഫോം അല്ലെങ്കിൽ മികച്ച ബാറ്റിംഗ് ഇതെല്ലാം തന്നെ ഭാരതത്തെ ഒരു മികച്ച സ്കോറിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷ കൂടി നമുക്ക് വയ്ക്കാമല്ലേ? രാഖി, പിച്ചിൻ്റെ ഒരു സ്വഭാവം ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ സാധാരണയായി ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകളാണ് കൂടുതലായി വിജയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഒരുപക്ഷെ ടോസ് നേടുന്ന ടീം അവിടെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ബാറ്റിംഗ് നിരയും അതോടൊപ്പം തന്നെ ബോളിംഗ് നിരയും ഒരുപോലെ ഫോമിൽ നിൽക്കുന്നു എന്നത് 2020 ഈ എഡീഷനിൽ തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ഒരുപക്ഷെ ഓപ്പണിംഗായി എത്തുന്ന സഞ്ജു സാംസൺ അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള മറ്റു ബാറ്റർമാർ മിഡിൽ ഓർഡറിൽ എത്തുന്ന ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും അതല്ലെങ്കിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണെങ്കിലും അങ്ങനെ ഒരു അതിശക്തമായ ബാറ്റിംഗ് നിര ഭാരതത്തിന് ഉണ്ട് എന്നത് എടുത്തു പറയണം. ഒപ്പം ബോളിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാലും നമ്മുടെ ബോളർമാർ മികച്ച ഫോമിൽ തന്നെ എറിയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും കൃത്യമായ ആധിപത്യം നേടുവാൻ ടീം ഭാരതത്തിന് കഴിയുന്നു എന്നത് നമ്മൾ ഈ എഡീഷനിൽ ഈ 2020 ലോകകപ്പ് തുടങ്ങുന്ന ഘട്ടം മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗത്ത് ആഫ്രിക്കയോടുള്ള ഒരേ ഒരു പരാജയം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു മത്സരങ്ങളിലെല്ലാം ആധികാരികമായ വിജയം നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഫൈനലിലേക്ക് എത്തുന്ന ഘട്ടത്തിലും തിളക്കമാർന്ന വിജയം നേടിക്കൊണ്ട് ലോകകപ്പ് നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ടീമിനുള്ളത്. കാരണം 2024 രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലാണ് നമ്മൾ കപ്പ് ഉയർത്തിയതെങ്കിൽ രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി എത്തുന്ന സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലും അത് നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് ഭാരതത്തിനുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃത്യമായി നമ്മൾ ആ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ 2 ടീമുകൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ആധിപത്യം തീർച്ചയായിട്ടും ഭാരതത്തിന് തന്നെയാണ്. ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകകപ്പുകളുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും വിജയിക്കാൻ കഴിയാത്തൊരു ടീം കൂടിയാണ്. അങ്ങനെ ഒരു ചരിത്രം കൂടി ന്യൂസിലൻഡിനുണ്ട്. പലപ്പോഴും അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അത് ലോകകപ്പ് ഫൈനലുകളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അത് പരാജയമായി മാറുന്നുണ്ട്. 2015 2019 ക്രിക്കറ്റ് ഏകദിന ലോകകപ്പുകളുടെ ഫൈനലിൽ ന്യൂസിലൻഡ് എത്തിയിരുന്നു. 2015 അവർ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു. 2019 ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടുന്നുണ്ടായിരുന്നു. ആ ഫൈനൽ ഒരുപക്ഷെ ന്യൂസിലൻഡിൻ്റെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഓർക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു ഫൈനലായിരിക്കും. കാരണം അത്രത്തോളം വാശിയേറിയ ഒരു മത്സരത്തിനൊടുവിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. 2015 2019 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഫൈനലിലാണ് ന്യൂസിലൻഡ് പരാജയപ്പെട്ടതെങ്കിൽ 2021 T20 ലോകകപ്പിൻ്റെ ഫൈനലിലും ഓസ്ട്രേലിയയോട് ന്യൂസിലൻഡ് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മികച്ച ടീമാണെങ്കിലും വേൾഡ് കപ്പ് ഒരിക്കൽ പോലും മുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു ടീമാണ്. അതിനാൽ ഈ തവണ ലോകകപ്പിൽ വിജയിക്കുക, ആ കപ്പുമായി പോകുക എന്ന ലക്ഷ്യം ന്യൂസിലൻഡ് ടീമിനുമുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ വെച്ച് കണക്കുകൂട്ടലുകൾ വെച്ച് നോക്കുമ്പോൾ ഭാരതം തന്നെ വിജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. രാഖി, അതോടൊപ്പം തന്നെ ബൗളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തി നമുക്കറിയാം തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ഈ സൂപ്പർ 8 സെമി ഫൈനലും ഒക്കെ കഴിയുമ്പോൾ ആ പ്രകടനത്തിൽ അല്പമൊന്ന് മങ്ങലേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ബുംറ. എന്തായാലും ഇന്ന് ലോകകപ്പിന് വേണ്ടി ഫൈനലിൽ ഭാരതം ഇറങ്ങുമ്പോൾ അവരുടെ ഒരു പ്രകടനം അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗൗതം, രാഖി, ബോളിംഗ് നിരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ബോളിംഗ് നിര മികച്ച പേസർമാരും അതോടൊപ്പം തന്നെ സ്പിൻ ബോളർമാരും ഒരുപക്ഷെ സ്പിന്നിനെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടുതൽ സ്പിൻ ബോളർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സ്പിൻ ബോളർമാർക്ക് അനുകൂലമായ സാഹചര്യം മുൻപുള്ള മത്സരങ്ങളിൽ ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ മുൻ മത്സരങ്ങളുടെ പശ്ചാത്തലം നോക്കുന്ന ഘട്ടത്തിൽ സ്പിൻ ബോളർമാർ കൂടുതലായി അവിടെ മികച്ച ഫോമിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നുണ്ട്. അതിനാൽ തന്നെ ബോളർമാരുടെ കാര്യത്തിൽ കൂടുതൽ സ്പിൻ ബോളർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തന്ത്രമാകും ക്യാപ്റ്റൻ സൂര്യകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. രാഖി, അതോടൊപ്പം തന്നെ ഈ 2024 തോൽവി വഴങ്ങിയപ്പോൾ അത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലായിരുന്നു. എന്തായാലും ഇത്തവണ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വീണ്ടും ഭാരതം ഇറങ്ങുമ്പോൾ അത് ഒരു മധുര പ്രതികാരമാവുകയില്ലേ? രാഖി, അത് തന്നെയാണ് നേരത്തെ ഞാനത് സൂചിപ്പിച്ചിരുന്നു. അതായത് 2023 നമ്മളവിടെ ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിൽ ഓസ്ട്രേലിയയോട് നേരിടുന്ന ഒരു ഘട്ടത്തിൽ
നമ്മൾ ആ ലോകകപ്പിൻ്റെ ഫൈനൽ വിജയിക്കുമെന്ന് ഏതാണ്ട് അങ്ങേയറ്റം ഉറപ്പിച്ചതാണ്. കാരണം 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെയുള്ള ഭാരതത്തിൻ്റെ മത്സരം എന്ന് പറയുന്നത് ഓരോ മത്സരങ്ങളിലും ആധികാരികമായ വിജയമായിരുന്നു. അതായത് ഗ്രൂപ്പ് ഘട്ടം മുതൽ പിന്നീട് സൂപ്പർ 8 മത്സരമാണെങ്കിലും സെമി ആണെങ്കിലും വളരെ ആധികാരികമായ വിജയം നേടിക്കൊണ്ടാണ് 2023 ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ഭാരതം കടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും 2011 MS ധോണിയുടെ നേതൃത്വത്തിൽ ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയതിന് ശേഷം പിന്നീട് 2015 ഏകദിന വേൾഡ് കപ്പ് ആണെങ്കിലും 2019 നമുക്ക് ഒരു തരത്തിലും ഒരു ആധിപത്യം നേടാൻ കഴിയാതെ പോയ വേൾഡ് കപ്പായിരുന്നു ഏകദിനത്തിൽ. പിന്നീട് 2023 എത്തുന്ന ഘട്ടത്തിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ നമ്മൾ സെമി വരെയുള്ള മത്സരങ്ങളുടെ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ആ വേൾഡ് കപ്പ് ഭാരതം നേടും എന്ന് ഓരോ ക്രിക്കറ്റ് പ്രേമിയും അങ്ങേയറ്റം മനസ്സിൽ വിശ്വസിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 2023 ഫൈനലിലേക്ക് എത്തുകയാണ്. സെമി ഫൈനൽ വരെയുള്ള നമ്മുടെ പോരാട്ടം ഒരു തരത്തിലുമുള്ള പരാജയങ്ങളില്ലാത്ത, ഒരു ടീമിന് മുന്നിൽ കീഴടങ്ങാത്ത ഒരു ആധികാരികമായ ഒരു കടന്നുവരവ് ഫൈനൽ വരെ എത്തുന്നു രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ. പക്ഷേ ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് നാം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ്. പ്രത്യേകിച്ച് അഹമ്മദാബാദിലെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള സ്റ്റേഡിയം. അപ്പോൾ സ്വാഭാവികമായും ആ സ്റ്റേഡിയത്തിൽ ഒത്തുകൂടിയ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിജയിക്കുമെന്ന് 100% ഉറപ്പുണ്ടായിട്ടും വളരെ ചില പ്രത്യേക സാഹചര്യത്തിൽ അന്ന് നമ്മൾ പരാജയപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അങ്ങേയറ്റം മധുരപ്രതികാരം നൽകുന്നത് 2024 തൊട്ടടുത്ത വർഷം US വെച്ച് നടന്നു. അതും ഭാരതത്തിലോ ഏഷ്യയിലോ അല്ല, നമുക്ക് അനുകൂലമല്ലാത്ത പിച്ചടങ്ങുന്ന വിദേശ രാജ്യത്ത് 2020 ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയെ പോലൊരു ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 2023 ഉണ്ടായ ആ ഒരു പരാജയത്തിന് വലിയൊരു മധുരപ്രതികാരം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പിന്നീട് ഇങ്ങോട്ട് ഭാരതത്തിൻ്റെ ഒരു ആധിപത്യമായിരുന്നു. 2025 എത്തുമ്പോൾ കഴിഞ്ഞ വർഷം ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ വീണ്ടും ഭാരതം വിജയിക്കുകയാണ്. അപ്പോൾ 23 നമ്മൾ ഏകദിന ലോകകപ്പ് കൈവിട്ട് പോയി എങ്കിലും 24 2020 ലോകകപ്പും 25 ICC ചാമ്പ്യൻസ് ട്രോഫിയും നേടിക്കൊണ്ട് അതിന് വലിയ പ്രതികാരം ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 2026 എത്തുമ്പോൾ 2020 ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് ഭാരതം എത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ 2023 നമുക്ക് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയയോട് ഫൈനലിൽ പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ സ്റ്റേഡിയത്തിൽ തന്നെ വീണ്ടും മറ്റൊരു ലോകകപ്പ് ഫൈനലിന് വേദിയാകുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അന്ന് അഹമ്മദാബാദിൽ വീണ കണ്ണീരിന് ഒരു മറുപടി പ്രതികാരം എന്ന നിലയിലുള്ള ഒരു മികച്ച പ്രകടനം പുറത്തെടുത്ത് ന്യൂസിലൻഡ് എന്ന ഒരു വിദേശ രാജ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗുജറാത്തിന്റെ മണ്ണിൽ ലോകകപ്പ് ഉയർത്തുക എന്ന് തന്നെയാകും ഭാരതത്തിന്റെ ലക്ഷ്യം. തീർച്ചയായും ഗൗതം, എന്തായാലും മൂന്നാം 2020 ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ട ഭാരതം ഇന്ന് ഇറങ്ങുമ്പോൾ വലിയ ആവേശത്തിലാണ്, പ്രതീക്ഷയിലാണ് ഓരോ ആരാധകനും എന്നുള്ളതാണ്. അവരുടെ ആ ഒരു കിരീടം ഉയർത്തുന്നത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി. വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗൗതം ആനന്ദനാരായണനാണ്.